അഭിഹിതം അഭിഹിതം അഭിഹിതം. യൂട്യൂബ് ചാനൽ ഇത് മിക്കവാറും തുറന്നു കഴിഞ്ഞാൽ മലയാള സിനിമയും അഭിഹിതവും പലരുടെയും കഥകൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ അഭിഹിത കഥകൾ ആയിട്ടാണ് പലരും ഇടുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ മണിക്കൂർ കൊണ്ട് 300-400K ഒക്കെ പോകുന്നു എന്നുള്ളതാണ്. ഈ അവിഹിതം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമല്ലേ. അത് പൊതുവെ എല്ലാം ഉള്ളതാണ്. നമ്മുടെ കാര്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മറ്റുള്ളവരുടെ കഥയാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞേ ഇവന് യാതൊരു ജോലിയില്ല, ഇവൻ മറ്റുള്ളവരെ പറ്റി അവിഹിതം. ഇപ്പം എനിക്ക് വേറൊരു കാര്യമുണ്ട്. ഈ അവിഹിതം പറയുന്നവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലെ ആണെങ്കിലും ഇങ്ങനെ പറയുമായിരിക്കാം അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ അവിഹിതങ്ങൾ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും തലയിലേക്കാണ് ഇതെല്ലാം കൊണ്ടുവെക്കുന്നത് എന്നുള്ളതാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കൊല്ലങ്ങളായിട്ട് അദ്ദേഹം ഈ ഗോസിപ്പുകൾ കേട്ട് വളരുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. പക്ഷെ മമ്മൂട്ടിയെ തിലകനെ ബാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് മമ്മൂട്ടിയാണ് കാണിച്ചത്. പവർ ടീം എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അതിൽ 15 പേരിൽ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ പറയുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ശൂന്യതയിൽ നിന്നുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരു റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ മുൻവശം, ശൂന്യമായ ഒരു റിപ്പോർട്ട്. അതിൽ നിന്നുണ്ടാകുന്ന കഥകളാണ് ഇതെല്ലാം തന്നെ. അപ്പം ഇതാണ് വലിയ വിഷയമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാലിനെ സംബന്ധിച്ച് ഇത് അദ്ദേഹം അഭിനയിക്കുന്ന കാലം തൊട്ടേ കേട്ട് വരുന്നൊരു കാര്യമാണ്. അതുപോലെ പല ഇൻ്റർവ്യൂകളും അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളും ഇപ്പം പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ ജോൺ ലൂക്കാസ് മനോരമയുടെ നേരെ ചൊവ്വ എന്ന് പറഞ്ഞ പരിപാടിയിൽ അദ്ദേഹം കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അന്ന് മോഹൻലാലിന് 47 വയസ്സങ്ങാണ്ടേ ഉള്ളൂ. അന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോഹൻലാലിനെ പറ്റി ഒരു ഗൂസിപ്പുണ്ടല്ലോ, 10,000 പെൺകുട്ടികളുമായിട്ട് കിടക്ക പങ്കിട്ട വ്യക്തിയാണ് മോഹൻലാൽ. അന്നേരം മോഹൻലാൽ പറയുന്നത് അതൊരിക്കലും ശരിയല്ല, അതിൽ കൂടുതൽ കാണും എന്ന് പറയുന്ന ലാലേട്ടനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം സത്യം പറഞ്ഞാൽ ഇതിനൊക്കെയുള്ള മറുപടി അതാണ് എന്നുള്ളതാണ്. ഇത് പരസ്പര സമ്മതത്തോടെ ഈ സെക്സിൽ ഏർപ്പെടുന്നത് എന്താ തെറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം പല ആരോപണങ്ങൾ, ഇപ്പം മീറ്റു മുതൽ പല ആരോപണങ്ങളും പലരും വന്നു. ഇപ്പം മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ മമ്മൂട്ടിക്കെതിരെ ഒരു വ്യക്തി പറയാൻ തയ്യാറാവുകയാണെങ്കിൽ എപ്പോഴേ പുറത്ത് വന്നേനല്ലേ, പുറത്ത് വന്ന് പറഞ്ഞേനെ. കാര്യം അവരെ കുരുക്കാൻ പറ്റിയൊരു സാഹചര്യമാണ്. അപ്പം അതിനാരും തയ്യാറാകുന്നില്ല. അതൊക്കെ ഭയങ്കര വാർത്താ പ്രാധാന്യം നേടിയേനെ. പക്ഷെ അതിനൊന്നും ആരും തയ്യാറാകുന്നില്ല. അപ്പം ഇതിലെ എന്തുമാത്രം സത്യം ഉണ്ടാവില്ലേ. ഈ കഥകൾ എത്ര വേണമെങ്കിലും പറയാം. എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ പറ്റി ഒത്തിരി കഥകൾ ഇങ്ങനെ കൊല്ലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് യാതൊരുവിധ തെളിവും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. മമ്മൂട്ടിയെ പറ്റിയും ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട്. പലരും ആധികാരികമായിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാൽ ആശുപത്രിവാസത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് TV ചാനലുകളെല്ലാം അഴിച്ചുവിട്ടപ്പം മോഹൻലാൽ അടുത്ത ദിവസം തന്നെ വേറെ ഒരു പരിപാടി, മോഹൻലാലിന് അതിമാരകമായ അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് ചില യൂട്യൂബ് ചാനലുകൾ അഴിച്ചുവിട്ടു. അവിടെ പ്രാർത്ഥന തുടങ്ങിയ ആരാധകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായി. അപ്പം അമൃതയിൽ നിന്നൊരു മെഡിക്കൽ ബുള്ളറ്റ് ഇറങ്ങി എന്നുള്ളതിൻ്റെ കാരണത്താലാണ് അങ്ങനൊരു കഥ വന്നത്. അപ്പോൾ അവരും അമൃതക്കാരും എനിക്കൊരു പക്ഷേ ഉദ്ദേശിച്ച് കാണാം, ഇതൊരു പബ്ലിസിറ്റി ഞങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ് അല്ലേ. അതാണ് ഒരു കാരണം. പക്ഷെ പിറ്റേന്ന് മോഹൻലാലൊരു പരിപാടി പങ്കെടുത്ത് വരുന്നതൊക്കെ നമ്മൾ ആ വീഡിയോ കണ്ടു. അപ്പം ഈ കഥകൾക്ക് എന്തുമാത്രം സത്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം മമ്മൂട്ടിയുടെ പേര് കേൾക്കുന്നു എന്നാൽ മോഹൻലാൽ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പേര് കേൾക്കുന്നു എന്നാൽ മമ്മൂട്ടി ഇരുന്നോട്ടെ എന്ന് പറയും. ഇപ്പം അഭിഹിത കഥകൾ മലയാള സിനിമയിൽ കേട്ട് കഴിയുമ്പോൾ ഉടൻ തന്നെ ഒരു പേരുകാരൻ മോഹൻലാലാണെന്ന് ചിലർ ഉറപ്പിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഈ മോഹൻലാലിലേക്കും മമ്മൂട്ടിയിലേക്കും എത്താൻ വേണ്ടി ഈ ചില മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്.
പക്ഷെ അവർ എത്താൻ പറ്റുന്നില്ല. അവർക്ക് ഏറ്റവും വലിയൊരു വഴി ഏമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഏതൊക്കെയോ ഉണ്ട ഒഴുകി വെച്ചേക്കും എന്നൊക്കെയായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷേ ഒന്നുമില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഇതിനകത്ത് എന്താണ് ഇത്ര പ്രാധാന്യമെന്ന് പലരും ചോദിക്കുന്നുമുണ്ട്, നമ്മളും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നാട്ടുനടപ്പാണ്. കാലം മാറുന്നതിനനുസരിച്ച് എല്ലാ മേഖലയിലും മാറ്റം വന്നുകൊണ്ടിരിക്കും. ഈ മേഖലയിലും മാറ്റമുണ്ടാകും. ഇപ്പം പല ഉത്തരവുകളുണ്ട്. പരസ്പര സമ്മതത്തോടെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധം സെക്സിൽ ഏർപ്പെട്ടാൽ എന്താണ് തെറ്റ് എന്ന്. അത് തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ കേട്ടില്ലേ, ജോർജ് മുറിയിലൊക്കെ പിടിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അവർ പരസ്പര സമ്മതമാണ് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല എന്നാണ് നിയമം തന്നെ പറയുന്നത്. അപ്പം അതിനിടയ്ക്ക് എന്താണ് പ്രശ്നം? പിന്നെ ചിലവരൊക്കെ മാറാം കേട്ടോ. ഇവിടെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ പുരുഷന് മാത്രമേ ഉള്ളല്ലോ പുരുഷൻ്റെ പേര് പറയാം. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പുരുഷൻ്റെ പേര് പറയാം, പക്ഷെ സ്ത്രീകളുടെ പേര് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത് പുരുഷന് മാത്രം ബാധകമായ പല ഇതാണ്. പക്ഷേ എന്നിട്ട് പറയുന്ന പുരുഷ മേധാവിത്വമാണെന്ന് പറയുന്നു. അതിനകത്ത് ഒക്കെ എന്തുമാത്രം സത്യമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവേണ്ട കാര്യമുള്ളൂ. ഇപ്പം ഞാനെപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ എപ്പോഴും എതിർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീക്കും പുരുഷനും സമത്വം വേണം. സമത്വം എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കണം. അവർ രണ്ടുപേരും മനുഷ്യജീവികളാണ്. അപ്പോൾ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ മാറ്റി നിർത്തുക, പുരുഷനെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ഈ സമൂഹം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. എപ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പരസ്പരം ഇപ്പം ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവൻ്റെ വിവാഹമാണ് ആദ്യമേ തന്നെ മാതാപിതാക്കൾ മനസ്സിലോർക്കുന്നത്. അതേ രീതിയിൽ തന്നെ പോകുന്നു. അപ്പം ആ ചട്ടക്കൂടിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അപ്പോൾ സ്ത്രീയും പുരുഷനും പുരുഷനെയൊക്കെ മാറ്റി, പുരുഷനെല്ലാം കൊള്ളരുതാത്തവരാണ്, അവരെല്ലാം മാറ്റി നിർത്തി ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. അതുപോലെ സ്ത്രീകളെ മാറ്റി നിർത്തി ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അവർ രണ്ടുപേരും തുല്യരാണ്. സ്ത്രീ ആയാലും പുരുഷനാണെങ്കിൽ തുല്യരാണ് എന്നുള്ളതാണ് വേറൊരു സത്യം. പക്ഷേ പലപ്പോഴും ഇവിടെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു നിയമം, പുരുഷന്മാർക്കൊരു നിയമം എന്നുള്ള രീതിയിലാണ്. രണ്ടുപേരും നിയമത്തിൽ പോലും തുല്യതയില്ല എന്നുള്ളതാണ് ഇവിടെ. ഞാനതാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പീഡനമോ ഏതെങ്കിലും ഒരു സംഭവമൊക്കെ നടന്നു കഴിയുമ്പോൾ പുരുഷൻ്റെ പേര് ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾ മാറ്റി നിർത്തുന്നതും കണ്ടിട്ടുണ്ട്. അതെന്തൊരു നീതികേടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ നിയമം അങ്ങനെയായിരിക്കാം പറയുന്നല്ലേ. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന് മലയാള സിനിമയിലെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പരമാവധി താരടിച്ച് കാണിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ പലയിടത്തുനിന്നും വരുന്നുണ്ട്. ഞാനത് പലപ്പോഴും ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട്. അവരെ രണ്ടുപേരെ പറ്റി മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ പടം വെച്ച് അഭിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തംബ്ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി ആൾ കയറും, എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിനകത്ത് ഈ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അഭിഹിതം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വെച്ചാൽ മതി. ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ചിട്ട് അഭിഹിതം എന്ന് വെച്ചാൽ മതി അല്ലേ. അപ്പോൾ അത് കാണാൻ എന്താണ് എന്ന് കാണാൻ വേണ്ടി ആൾക്കാർ കയറും. അത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ഒരുമാതിരി ചില നമ്മൾ നാട്ടുഭാഷയെ പറയത്തില്ലേ മറ്റിടത്തെ പരിപാടി, ആ പരിപാടിയാണ് അത്. അപ്പം നാളെ എനിക്ക് വ്യൂസ് കയറിയില്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്തില്ല എന്നൊന്നും നോക്കണ്ട കേട്ടോ, ഒരുപക്ഷെ കാണാം. അപ്പം മമ്മൂട്ടിയും മോഹൻലാലും കുറ്റക്കാരാണ്. അപ്പം മാധ്യമങ്ങളായാലും ചർച്ചയിൽ, ചില യൂട്യൂബ് ചാനലുകളാണെങ്കിലും ചർച്ചയിൽ ഇവർ രണ്ടുപേരും കുറ്റക്കാരായിട്ട് പല പേരുകളും പറയുന്നുണ്ട്. മുകേഷിൻ്റെ പേര് പറയുന്നു, ഗണേശൻ്റെ പേര് പറയുന്നു, ദിലീപിൻ്റെ പേര് ഉള്ളതാണ്, ആര് പറഞ്ഞാലും അതിനകത്തുണ്ട് എന്നങ്ങ് ഡിക്ലെയർ ചെയ്തേക്കുക. അങ്ങനെ കുറച്ച് പേരുകളുടെ ആൾക്കാരുടെ പേര് പറഞ്ഞ് ഇതാണ് പവർ ടീമെന്നൊക്കെ ഓരോരുത്തരങ്ങ് സ്വയം വിലയിരുത്തുക. അപ്പോൾ ഇതിനകത്ത് എന്തുമാത്രം സത്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇതിനകത്ത് ഇപ്പം കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇവരാരും പ്രതികരിക്കുന്നില്ല എന്ന്. മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ പല ഗോസിപ്പുകളും വരും, ഞാനെന്തിനെ പ്രതികരിച്ച്, ഞാനെന്തിന് ആവശ്യമില്ലാത്ത കാര്യം മേടിച്ച് തലയെ വെക്കുന്നു. ഇപ്പം മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവരാരും പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ. ഇവരോട് മാധ്യമങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ പ്രതികരിക്കുന്നില്ല. ഇവരുടെ അടുത്ത് ചെന്നിട്ട് ഏതെങ്കിലും ഒരു കോലെടുത്തുകൊണ്ട് വന്ന് അവരുടെ വായി കുത്തണം, കുത്തി 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 കുത്തി
പ്രതികരിപ്പിക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അവരെ കൊണ്ട് പ്രതികരിപ്പിക്കണം. എങ്കിൽ മാത്രമല്ലേ നാളെ വാർത്തകൾ കിട്ടത്തുള്ളൂ. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പം അവരാരും പ്രതികരിക്കുന്നില്ല. ഇവരുദ്ദേശിക്കുന്ന ആൾക്കാരും പ്രതികരിക്കുന്നില്ല. മറ്റു പലരും പ്രതികരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചില ഞാഞ്ഞൂലുകളും തലവെക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അവൻ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ എന്ന് ചില വ്യക്തികളും പറയുന്നത് ഞാൻ കേട്ടു. കാരണം എന്നെ റൂമിലേക്ക് വിളിപ്പിച്ചു. എന്താ ഇതല്ലേ, പല ഞാഞ്ഞൂലുകളും പറയുന്നുണ്ട്. പഴയ സംഭവങ്ങൾ കുത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഇല്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്താ പറയുന്നത്, വാഴ വെട്ടുന്ന പരിപാടി അതും ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പം സിനിമയൊന്നും ഇല്ലാതെ ചിലവർ മാറി നിൽക്കുന്നുണ്ട്. അവരെല്ലാം ഈ പെട്ടെന്ന് വരുന്നു. ചിലവർ പറയുന്നു ഞങ്ങൾക്ക് സിനിമയെ തരുന്നില്ല. അപ്പോൾ ഒറ്റ ഒരു ഉദാഹരണം പറയാം. ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ട് എന്ന് വിചാരിച്ചു. അതിനകത്ത് അവരാണ് ഇവിടെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എന്ന് ഒരുപക്ഷെ ശരിയാകാം. കാര്യം അവർ സൂപ്പർ സ്റ്റാറാണ്. അവരുടെ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഏതായാലും ആ ഒരു ആൾക്കാർ കാണാനുണ്ട് എന്നുള്ളത് സത്യം തന്നെ. അപ്പം പക്ഷേ അവരാണ് എല്ലാം. ഇപ്പം 100-200 മലയാള സിനിമ ഒരു കൊല്ലം ഇറങ്ങുന്നുണ്ട്. ഓരോ മാസവും 20-ന് മുകളിൽ മലയാള സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്നാണ് ഒരു ഏകദേശം കണക്ക്. പക്ഷേ മോഹൻലാൽ 2024 മോഹൻലാലിൻ്റെ ആയിട്ട് ഇറങ്ങിയ എനിക്കൊന്നും വാലിബം മാത്രമേ ഇറങ്ങിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ മലയാള സിനിമയൊന്നും ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം 2-3 ചിത്രങ്ങളിൽ 3-4 ചിത്രങ്ങൾ. മമ്മൂട്ടി എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ചിത്രങ്ങൾ അഭിനയിക്കുന്നുണ്ട്. എന്നാലും 10-ൽ താഴെയാണ് ഇവർ രണ്ടുപേരും കൂടെ അഭിനയിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം എടുത്താൽ പോലും. ബാക്കി 200 കിലോനും ചിത്രങ്ങൾ കിടക്കുക. അപ്പോൾ അതിനകത്തല്ല ഇവരാണ് കൈകടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ചിന്തിക്കുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാവും. ബാക്കിയെല്ലാം മലയാള സിനിമയിൽ നിയന്ത്രിക്കുന്ന ഇവർ രണ്ടുപേരും കൊണ്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവർ പടം അഭിനയിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരുടെ പടങ്ങളിലേക്ക് പോയി അതിലാരൊക്കെ കാശ് ചെയ്യുന്നു, ആരൊക്കെയാണ് സംവിധായകർ, ആരൊക്കെയാണ് നിർമ്മാതാക്കൾ, ഏതൊക്കെ നടിമാരെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കുകയും അവിടെ അവർക്ക് വേണ്ട ഈ നടിമാർക്കും നടന്മാർക്കും ഒക്കെ വേണ്ട സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇവർക്ക്. എനിക്കറിയാമെന്നായിട്ട് ചോദിക്കുക. അപ്പോൾ ഈ ബാക്കിയുള്ള ഇവർ അഭിനയിക്കുന്ന ചിത്രങ്ങൾ കൂടാതെ ബാക്കിയുള്ള എല്ലാ ചിത്രത്തിൻ്റെ അവകാശം, എല്ലാത്തിൻ്റെയും അവകാശം ഇവരുടെ പേരിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചിന്തിക്കുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാവും. ആവശ്യമില്ലാത്ത അനാവശ്യമായ ചില വിവാദങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും തലയിൽ എങ്ങനെയെങ്കിലും കെട്ടിവെക്കുക, ഇവരെ പരമാവധി താറാഴ്ച കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ 19 കൊല്ലമായി മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്നിട്ട് അല്ലേ. അപ്പോൾ ഇത്രയും നാളും പല കേസുകളും വന്നിട്ടുണ്ട്. ഇവരെ പറ്റി പല ഗോസിപ്പുകളും വന്നിട്ടുണ്ട്. തെളിവ് സഹിതം ആരും ആരോപണം ഉന്നയിച്ചായിട്ട് എൻ്റെ അറിവിലില്ല. ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഗോസിപ്പ് എടുത്ത മലയാള നടൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. പക്ഷേ മോഹൻലാലിനെ എതിരെ പോലും ഒരു നിറം പിടിച്ച കഥകളൊക്കെ പലതും കേട്ടിട്ടുണ്ട്. പക്ഷെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടോ വ്യക്തമായ ധാരണയോടോ അല്ല വ്യക്തമായ തെളിവോടോ കൂടി ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല. അത് തന്നെ അവരുടെ വിജയമല്ലേ. ഇപ്പം മോഹൻലാൽ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ സാധാരണ മനുഷ്യനാണ്, എനിക്ക് രതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കയറി പിടിക്കുന്ന പരിപാടിയൊന്നും പുള്ളിയുടെ ഇത്രയും നാളും നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഗോസിപ്പുകൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷേ തെളിവ് സഹിതം ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം മദ്യപിക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം പലപ്പോഴും, അതിൻ്റെ വീഡിയോകൾ പോലെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ മോഹൻലാൽ പറയുന്നുണ്ട്, ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ട്, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, എനിക്ക് വികാരങ്ങൾ ഉണ്ടാകാറുണ്ട്, അതെല്ലാം എൻ്റെ താല്പര്യമാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ ഞാൻ ഇതൊന്നും പ്രകടിപ്പിക്കാറില്ല, എൻ്റെ സ്വകാര്യത അതെൻ്റെ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇൻ്റർവ്യൂ പറയുന്നത്. അപ്പോൾ അത് തന്നെയല്ലേ എല്ലാ മനുഷ്യനും ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ വികാരമില്ലാത്തവരാരുണ്ട്? ഈ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കല്ലേ വികാരവും വിചാരവും ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുവാണെങ്കിൽ അതെന്തുമാത്രം സത്യമുണ്ട് അല്ലേ. അവരും മദ്യപിക്കാറില്ലേ? ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പം അവരും മദ്യപിക്കാറുണ്ട്. അപ്പം അത് മറ്റുള്ളവർക്ക് ശല്യമാകുമ്പോഴാണ് അത് പ്രശ്നമുണ്ടാകുന്നത്. അപ്പം ഏതായാലും ഇവരെ രണ്ടുപേരെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പം ചില മാധ്യമങ്ങളും ചില യൂട്യൂബ് ചാനലുകളൊക്കെ നീങ്ങുന്നത്. അതൊന്നും ഫലവത്താകത്തില്ല. ഇപ്പം
തെളിവ് സഹിതം ആരൊക്കെയാണെന്ന് ഇപ്പം പല ഇതിന് അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്ന പല സംഘടനാ നേതാക്കന്മാരും സംസാരിക്കുന്ന കേട്ടോ. അവർ തന്നെ പറയുന്നുണ്ട്, ഇത് ആരുടെയും പേര് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന്. ഇതിനും അറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നില്ല, ഇത് അറിയാൻ വേണ്ടി എന്തിനാ ഈ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഈ കോടിക്കണക്കിന് രൂപ കളഞ്ഞത് എന്ന് മാത്രമേ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ. ഇതുകൊണ്ടുള്ള പ്രയോജനം ചെന്ന് ചില മാധ്യമങ്ങൾക്കും ചില നമ്മളെപ്പോലുള്ള ചില യൂട്യൂബ് ചാനലുകളും കണ്ടന്റ് ഉണ്ടാക്കി, അത് തന്നെ. പക്ഷേ വലിയ റേറ്റൊന്നും നമുക്കും കൂടിയിട്ടില്ല കേട്ടോ, നമുക്ക് സാധാരണ കിട്ടുന്ന പോലെ തന്നെ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് ചൂട് പിടിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം അല്ലേ. ചൂട് പിടിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ചൂട് പിടിപ്പിക്കുമല്ലേ. എത്ര നാളത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്, എത്ര നാളത്തെ? ഇതൊന്നും ഇല്ല, വേറൊരു വിഷയം വരുമ്പോൾ വീണ്ടും പോയി. ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ലേ, ഒരു പെൺകുട്ടിയെ കാണാതെ പോയി, അതിൻ്റെ പുറകെ പോയി. ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കും, മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോകും. നാളെ വേറെ ഒരു വിഷയം, അതിനുശേഷം എന്തോന്ന് ചടങ്ങുകളിലൊക്കെ ഇതുപോലെ ഈ വിഷയം നടന്ന് മനോരമ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനോരമയുടെ തന്നെ ചാനലിൽ മഴവില്ലിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരു പരിപാടിയിൽ അവതരിപ്പിക്കുന്നു. അതൊക്കെ തന്നെ നാളെ അവരുടെ ഡേറ്റും അവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവർക്കും ഒരു നിലനിൽപ്പുള്ളല്ലേ. അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാവം ജനം വിഡ്ഢികളാവും, ഇത് തന്നെ സംഭവം. അതെനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവിഹിതത്തിൻ്റെ പേരിൽ കുറച്ച് ആൾക്കാർ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.